KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ തീരുമാനം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന അംഗങ്ങൾ 1977 സർവകലാശാല ചട്ടത്തിലെ 6-ാം അധ്യായത്തിലെ ചട്ടം 1.1.1.2 പ്രകാരം നിയമവിരുദ്ധമായി വിളിച്ച യോഗം സിൻഡിക്കേറ്റ് യോഗം ആകില്ല എന്നും ചട്ടവിരുദ്ധമായി വിളിച്ചു ചേർത്ത യോഗത്തിന്റെ തീരുമാനങ്ങൾ അസാധുവാണ് എന്നും ചൂണ്ടിക്കാട്ടിയാണ് അംഗങ്ങൾ കോടതിയെ സമീപിക്കുക. വിവരങ്ങളുമായി വിനീഷ് ഉണ്ട്. വിനീഷ്, രാജ്ഭവൻ ഒരു വശത്ത് നിലപാട് കടുപ്പിക്കുകയാണ്. ഇതിനിടയിലാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കങ്ങളും. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം തന്നെ VC ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് യോഗം അനധികൃതമായി തന്നെയാണ് നടന്നത് എന്ന് സംബന്ധിച്ചുള്ള നിലപാട് കേരള സർവകലാശാല VC കൈക്കൊള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തത് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. അത് നിയമവിരുദ്ധമായ ഒരു സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റിലാണ് പഴയ രജിസ്ട്രാർ ആയിരുന്ന അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. ആ നീങ്ങിയ ഘട്ടത്തിൽ അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇത്തരത്തിൽ ചേർന്ന ആ സിൻഡിക്കേറ്റ് യോഗം അത് നിയമപരമായ യാതൊരു നിയമസാധുതയും ഇല്ലാത്തത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സർവകലാശാല ചട്ടപ്രകാരം 1977 സർവകലാശാല ചട്ടപ്രകാരം 6-ാം അധ്യായത്തിലെ ചട്ടം 1.1 പ്രകാരം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള അധികാരം VCക്കാണ്. അങ്ങനെ ആ VCയുടെ അധികാരത്തെ കവർന്നെടുത്താൻ അല്ലെങ്കിൽ അത്തരത്തിൽ ആ അധികാരത്തിന്മേൽ കൈ കടത്താൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക എന്ന് സംബന്ധിച്ചുള്ള ആ അജണ്ട സംബന്ധിച്ചുള്ള കാര്യം കൃത്യമായി തന്നെ നേരത്തെ തീരുമാനിക്കുന്നതാണ്. ആ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ ആ സിൻഡിക്കേറ്റ് യോഗം റദ്ദ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട് എന്നതാണ് ചട്ടത്തിലെ മറ്റൊരു പ്രധാന പ്രത്യേകത. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ചട്ടത്തിന് വിരുദ്ധമായാണ് VC പിരിച്ചുവിട്ട യോഗം വീണ്ടും ചേർന്നത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഒപ്പം തന്നെ 6-ാം അധ്യായത്തിലെ ചട്ടം 1.2 പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് VCയുടെ അഭാവത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാവുന്നതാണ്. അങ്ങനെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് VC മരണപ്പെടുകയോ മറ്റേതെങ്കിലും തരത്തിൽ VCക്ക് കൃത്യമായി തന്നെ ഈ സർവകലാശാല കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കാതിരിക്കുകയോ ചെയ്താൽ മാത്രമേ അത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാനുള്ള അവകാശം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അന്ന് നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രധാന അജണ്ടകൾ രൂപീകരിച്ച് ആ അജണ്ടയുടെ ഭാഗമായി കൃത്യമായി തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിൽ VCയും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ അജണ്ട വിരുദ്ധമായതിനെ തുടർന്നാണ് VC സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിടാനുള്ള നിർദ്ദേശം നൽകിയത്. ആ പിരിച്ചുവിടാനുള്ള നിർദ്ദേശം നൽകിയിട്ട് പോലും കൃത്യമായി ഈ ഒരു സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാത്രം രാഷ്ട്രീയ പിൻബലത്തോടുകൂടി സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. അത് ഒരു പൂർണ്ണ സിൻഡിക്കേറ്റ് എന്ന് നമുക്ക് പറയാൻ സാധില്ല. ഒരു അർദ്ധ സിൻഡിക്കേറ്റ്, ഇടതുപക്ഷ രാഷ്ട്രീയ ചേരിതിരിവുള്ള ഇടതുപക്ഷ അനുഭാവമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ മാത്രം ഒരു സിൻഡിക്കേറ്റ് ചേർന്ന് അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്ത നടപടിയെ റദ്ദ് ചെയ്യണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അത് കൃത്യമായി പറഞ്ഞാൽ അത് നിയമപരമായി യാതൊരു നിയമസാധുതയും ഇല്ല എന്ന് 1997 സർവകലാശാല ചട്ടപ്രകാരം അത് വ്യക്തമാക്കുന്നുണ്ട്. ആ ചട്ടങ്ങളുടെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു സിൻഡിക്കേറ്റ് ആയിരുന്നു അന്ന് നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ഇക്കാരണത്താൽ ചട്ടത്തിൽ പരിരക്ഷ ലഭിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയിൽ പോകുകയാണെങ്കിൽ പോലും കൃത്യമായ തരത്തിൽ ഒരു നീതിയും ഈ ചട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കോ അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ തീരുമാനം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സിൻഡിക്കേറ്റിൽ നിന്ന് യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന അംഗങ്ങൾ എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന്.